ഫുട്ബോൾ ഇതിഹാസം മെസ്സി കേരളത്തിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ച് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ആ പ്രതീക്ഷ വേണ്ടെന്ന് മന്ത്രി അബ്ദുറഹ്മാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. കായിക വാർത്തയാണെങ്കിലും സർക്കാർ കൂടി ഇടപെട്ട് പരാജയപ്പെട്ടൊരു സാഹചര്യത്തിൽ ഇന്ന് പത്രങ്ങൾക്ക് അത് വലിയ വാർത്തയാണ്. അതുകൊണ്ട് തന്നെ ആ വാർത്തയിൽ തന്നെ നമുക്ക് പ്രക്ഷോഭം ആദ്യം ആരംഭിക്കാം. അത് മെസ്സി എന്നെ ചതിച്ചാശാനെ എന്നാണ് മനോരമ ഒന്നാം പേജിൽ വാർത്ത നൽകിയിട്ടുള്ളത്. മെസ്സി എന്നെ ചതിച്ചാശാനെ എന്ന് പറഞ്ഞാൽ മന്ത്രിയെ മെസ്സി ചതിച്ചു എന്നാണ് മനോരമ പറയുന്നത്. മലക്കം മറിഞ്ഞ് മന്ത്രി വി അബ്ദുറഹ്മാൻ മെസ്സി എന്നെ ചതിച്ചാശാനെ. അത് കുഞ്ചുകുറുപ്പും അതിൽ വരുന്നുണ്ട്. മനോരമയുടെ സെൽഫ് ഗോളും ഒരു ഗോളാണ്. മെസ്സി വരും എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് 2024 മുതൽ, ഒരു വർഷത്തോളമായി 2024 മുതൽ മന്ത്രി അബ്ദുറഹ്മാൻ മാധ്യമങ്ങൾക്ക് മുമ്പിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ മെസ്സി വരും കേട്ടോ എന്നെല്ലാം പറഞ്ഞ് ധാരാളം പോസ്റ്റുകളിട്ട് നമ്മളൊക്കെ വളരെ പ്രതീക്ഷയിലായിരുന്നു, വലിയ സന്തോഷത്തിലായിരുന്നു. മെസ്സി കേരളത്തിലേക്ക് വരുന്നുണ്ട്, കേരളം വലിയൊരു ഫുട്ബോൾ ഹബ്ബായി മാറാൻ പോകുന്നു, വലിയ അന്താരാഷ്ട്ര സ്റ്റേഡിയം കേരളത്തിൽ വരുന്നു. മെസ്സി മാത്രമല്ല, അർജൻറ്റീന വരുമ്പോൾ എതിരാളികളായി മറ്റൊരു ലോകരാജ്യം കൂടി വരുന്നു. അങ്ങനെ ഫുട്ബോളിനെ സംബന്ധിച്ച്, ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച്, എല്ലാവരും സംബന്ധിച്ചും, കായിക പ്രേമികളെ സംബന്ധിച്ച് മാത്രമല്ല, അതിൽ ബിസിനസ്സും വ്യാപാരവും വാണിജ്യവും ടൂറിസവും ഒക്കെ അടങ്ങുന്നു. അങ്ങനെ മെസ്സി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ ഒരുപാട് കാര്യങ്ങൾ വരാൻ പോകുന്നു. അത് സംസ്ഥാനത്തിൻ്റെ വികസന കുതിപ്പിനൊക്കെ വലിയ സ്വാധീനവും പ്രാധാന്യവും ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരുന്നു. പക്ഷേ മെസ്സി ചതിച്ചു എന്നാണ് മന്ത്രി അബ്ദുറഹ്മാൻ പറയുന്നത്. അടുത്ത വർഷം വരാമെന്ന അർജൻറ്റീനയുടെ നിലപാട് സ്വീകാര്യമല്ലെന്ന് മന്ത്രി, നഷ്ടപരിഹാരം തരേണ്ടി വരുമെന്ന് മന്ത്രി പറയുന്നുണ്ട്. മന്ത്രിയുടെ വാക്കുകൾ വലിയ പ്രാധാന്യത്തോടെയാണ് മനോരമ നൽകുന്നത്. എന്തായാലും ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിലുള്ള അർജൻറ്റീന ഫുട്ബോൾ ടീം ഈ വർഷം കേരളം സന്ദർശിക്കില്ലെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പറയുന്നു. മെസ്സിയും സംഘവും എത്തുമെന്ന് മുൻപ് പലവട്ടം പറഞ്ഞിട്ടുള്ള മന്ത്രി ഇന്നലെ മലക്കം അറിയുകയായിരുന്നു. ഈ വർഷം ഒക്ടോബറിൽ എത്താമെന്ന് അറിയിച്ചിരുന്ന അർജൻറ്റീന അടുത്ത വർഷം വരാമെന്നാണ് ഇപ്പോൾ പറയുന്നതെന്ന് മന്ത്രി പറയുന്നു. അടുത്ത വർഷവും നടക്കാൻ പോകുന്നില്ല എന്നാണ് മാധ്യമങ്ങളുടെ വാർത്തകൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം അടുത്ത വർഷം ആകുമ്പോഴേക്കും സ്വാഭാവികമായും അർജന്റീനൻ ടീം ലോകകപ്പിൻ്റെ ഒരുക്കങ്ങളിലേക്കൊക്കെ മാറാൻ പോകും. അങ്ങനെ അതുകൊണ്ട് മെസ്സി മന്ത്രിയെ ചതിച്ചു, നമ്മളുടെ പ്രതീക്ഷകൾ പോയി എന്നുള്ളതാണ്. മെസ്സി ശരിക്കും വരില്ല എന്നാണ് മാതൃഭൂമി പറയുന്നത്. ഈ വർഷം കേരളത്തിൽ കളിക്കില്ലെന്ന് കായിക മന്ത്രി. ലയണൽ മെസ്സി ഈ വർഷം കേരളത്തിലേക്ക് വരില്ലെന്നും ഇതുമൂലം സ്പോൺസർമാർക്ക് സാമ്പത്തിക നഷ്ടമുണ്ടായാൽ പൂർണ്ണ ഉത്തരവാദിത്വം അർജന്റീൻ മാനേജ്മെൻറ്റിനായിരിക്കുമെന്നാണ് മന്ത്രി പറയുന്നത്. മന്ത്രിയുടെ വാക്കുകൾ കേട്ടാൽ അർജന്റീന ടീം ശരിക്കും കുടുങ്ങും, പ്രതിരോധത്തിലാകും എന്നാണ്. എന്തായാലും അർജന്റീന ടീം കുടുങ്ങിയത് കേരളത്തിലെ ഫുട്ബോൾ ആരാധകരും പ്രേക്ഷകരുമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. ഒടുവിൽ കുറ്റം മുഴുവൻ അർജന്റീനയ്ക്ക്, മന്ത്രിയുടെ ആരോപണം സെൽഫ് ഗോളായി എന്ന് പറഞ്ഞുകൊണ്ട് മാതൃഭൂമി 11-ാം പേജിൽ വളരെ വിശദമായി അതിൻ്റെ വിശദാംശങ്ങൾ പറയുന്നുണ്ട്. മനോരമ കുറച്ചും കൂടി ഒരു പടി കൂടി കടന്നാണ് മെസ്സി വരില്ല കേട്ടോ എന്നാണ്. ഒക്ടോബർ 25-ന് മെസ്സി കേരളത്തിലെത്തുമെന്നും നവംബർ 2 വരെ ഇവിടെ ഉണ്ടാകുമെന്നും ഒക്കെ പാഴായ പ്രഖ്യാപനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് മനോരമയും ഉൾപേജിൽ ഏതാണ്ട് 14-ാം പേജിൽ വളരെ വിശദമായി മെസ്സി വരില്ല കേട്ടോ അതിൻ്റെ വിശദാംശങ്ങളും പറയുന്നുണ്ട്. എന്തായാലും നമ്മളെ നന്നായിട്ട് മന്ത്രി ഒന്ന് കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. മന്ത്രിയുടെ വാക്ക് പ്രതീക്ഷിച്ചിരുന്ന എല്ലാവർക്കും വിഷമിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അതാണ് മെസ്സിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ.